2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ താരസമ്പന്നമാണ്. സുരേഷ് ഗോപിയും മുകേഷും ഹേമമാലിനിയും കങ്കണ റാവത്തും അടക്കമുള്ള താരങ്ങൾ മത്സരരംഗത്തുണ്ട്. താരസമ്പന്നർ മാത്രമല്ല, സമ്പന്നരും ശതകോടീശ്വരന്മാരും മത്സരരംഗത്തുണ്ട് എന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രത്യേകതയും. തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം 26 നടക്കുന്ന സാഹചര്യത്തിൽ 10 സ്ഥാനാർത്ഥികൾക്കാണ് 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളത്. 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ 10ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനിലെ ചിറ്റോർഗഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഞ്ജന ഉദയ്ലാലാണ്. ഇദ്ദേഹത്തിന്റെ ആസ്തിയായി പറയുന്നത് 118 കോടി രൂപ. 9ാം സ്ഥാനത്ത് ബംഗളൂരു നോർത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MV രാജീവ് ഗൗഡയാണ്. ഇദ്ദേഹത്തിന്റെ ആസ്തിയായി പറയുന്നത് 134 കോടി രൂപയാണ്. 142 കോടി രൂപയുടെ ആസ്തിയുള്ള BJP സ്ഥാനാർത്ഥിയായ സുഖ്ബീർ ജൗനപുരിയ 8ാം സ്ഥാനത്താണ്. 7ാം സ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MS രക്ഷരാമയ്യ. ഇദ്ദേഹത്തിന് ആസ്തിയായി പറയുന്നത് 169 കോടി രൂപയാണ്. 6ാം സ്ഥാനത്തുള്ളത് BJP സ്ഥാനാർത്ഥിയായ കൻവാർ സിംഗ് തൻവാറാണ്. 214 കോടി രൂപയാണ് ഇദ്ദേഹത്തിന് ആസ്തിയായി പറയുന്നത്. ജനതാദൾ സ്ഥാനാർത്ഥിയായ HD കുമാരസ്വാമി 5ാം സ്ഥാനത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സഞ്ജയ് ശർമ്മയുമാണ് 4ാം സ്ഥാനത്തുള്ളത്. HD കുമാരസ്വാമിയുടെ ആസ്തിയായി പറയുന്നത് 217 കോടി രൂപയും സഞ്ജയ് ശർമ്മയുടെ ആസ്തി 232 കോടി രൂപയാണ്. 278 കോടി രൂപയുടെ ആസ്തിയുള്ള BJP സ്ഥാനാർത്ഥി ഹേമമാലിനിയാണ് 3ാം സ്ഥാനത്തുള്ളത്. 10 സമ്പന്നരായ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ കർണാടകയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ D സുരേഷാണ് 2ാം സ്ഥാനത്തുള്ളത്. 593 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. DK സുരേഷ് DK ശിവകുമാറിന്റെ സഹോദരനാണെന്ന് കൂടി ഓർക്കണം. ഇന്ത്യയിൽ സമ്പന്നരായ MLA-മാരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്താണ് DK ശിവകുമാർ. 662 കോടി രൂപയുടെ ആസ്തിയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വെങ്കടരമണ ഗൗഡയാണ് സമ്പന്നരായ 10 സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. സിഡോസ് കോഴിക്കോട്.